നമസ്കാരം. സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമഭാവനയുടെയും ഒരു പൊന്നോണം നേർന്നുകൊണ്ട് നേർക്കാഴ്ചയുടെ തിരുവോണക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഓണം വരുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നെത്തുന്നത് ഒരു പൂക്കളമാണ്. എന്നാൽ ആ പൂക്കളത്തിലെ ഓരോ പൂവിന് പിന്നിലും ഓരോ മനുഷ്യരുടെ അധ്വാനമുണ്ടെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. ഇവിടെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രമുറ്റത്ത് മനോഹരമായ ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്യാനം തീർത്തിരിക്കുകയാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെ ദേവനർത്തകനായ പി പത്മനാഭൻ വെളിച്ചപ്പാട്. ഈ ക്ഷേത്രമുറ്റത്ത് ഒരു ദേവനർത്തകൻ തീർത്ത ചെണ്ടുമല്ലി പൂന്തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഈ ഓണക്കാലത്ത് നേർക്കാഴ്ചയുടെ ക്യാമറ കടന്നു ചെല്ലുന്നു. മുഴുവൻ പ്രേക്ഷകർക്കും നേർക്കാഴ്ചയുടെ ഓണക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേത്രപാലക ക്ഷേത്രമുറ്റത്ത് ചെണ്ടുമല്ലിയുടെ ഒരു വസന്തം തീർക്കാൻ പത്മനാഭൻ വെളിച്ചപ്പാടിന് പ്രേരണയായത് എന്താണെന്നറിയണ്ടേ? അടിസ്ഥാനപരമായി കർഷകൻ കൂടിയായ വെളിച്ചപ്പാടിന് കുട്ടിക്കാലം മുതലേ കാർഷിക വൃത്തിയോട് വലിയ താല്പര്യമാണ്. ആ കാർഷിക വൃത്തിയോടുള്ള താല്പര്യം തന്നെയാണ് ഈ പൂന്തോട്ട കൃഷിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത്. കേൾക്കാം. കുറേ വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട്. എങ്കിലും വെണ്ടക്കൃഷി, വാഴക്കൃഷി, നെൽകൃഷി എല്ലാം ചെയ്യുന്നുണ്ട്. പാട്ടത്തിനടുത്ത് നെൽകൃഷിയുണ്ട് കുറച്ച്. ഇപ്പം വെളിച്ചപ്പാടതിന് ശേഷം പിന്നെ ചെണ്ടുമല്ലി കൃഷിയോട് താല്പര്യം ഉണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാഠപുസ്തകത്തിൽ വർക്ക് എക്സ്പീരിയൻസിൽ ചെണ്ടുമല്ലി കൃഷി കുറിച്ചുണ്ട്. അപ്പം ആ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ മകളെ എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 4 ചെണ്ടുമല്ലി തൈകൾ എനിക്ക് കിട്ടി. അത് ഞാൻ വീട്ടിൽ ഗ്രോ ബാഗിനകത്ത് വെച്ചു. അത് നല്ല ഉഷാറായി വന്നിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് 250 ചെണ്ടുമല്ലി തൈകൾ ഞാൻ ഇവിടെ നട്ടിരുന്നു. അത് നല്ല ഗ്രോത്തായി വളർന്നിരുന്നു. പിന്നെ ഇപ്രാവശ്യം 1000 തൈകൾ വാങ്ങി. അതിൽ മിക്കവാറും തൈകൾ നട്ടിരുന്നു. കുറച്ച് സ്റ്റെപ്പിനായിട്ട് ആടെ വെച്ചു. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് പോകുന്നിടത്ത് വെക്കുവാൻ വേണ്ടിയാണ്. പിന്നെ അങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു താല്പര്യമാണ് കൃഷിയോട് എനിക്ക്. ക്യാരറ്റ് കൃഷി ഞാൻ ചെയ്തിരുന്നു, കാബേജ് കൃഷി ഞാൻ ചെയ്തിരുന്നു. എല്ലാം നല്ല വിജയമായിരുന്നു. എങ്കിലും പാടങ്ങളൊന്നും ഇല്ലാതെയാണ് പാരമ്പര്യം. അച്ഛൻ നല്ല കൃഷിക്കാരനാണ്. വാഴകൾ 100-ലധികം 200-ലധികം വാഴകൾ വെച്ചിരിക്കുന്നു. ചില നക്ഷത്രങ്ങൾക്ക് വാഴ വെച്ചാൽ ആ ചില നക്ഷത്രങ്ങൾക്ക് വാഴ കുല പഴുക്കും എന്നാണ് അച്ഛൻ പറഞ്ഞ് നമ്മൾ കണ്ട് പരിചരിച്ചു പോകുന്ന. അങ്ങനെയുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. എങ്കിലും അങ്ങനെയുള്ളൊരു കർഷകനാണ് എൻ്റെ അച്ഛൻ. ആ പാരമ്പര്യമായിരിക്കും എനിക്കും ഇങ്ങനെ ഒരു അറിവില്ലാത്തൊരു ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് ചെയ്യുവാൻ ഒരു ആഗ്രഹമുണ്ടായി. അത് നല്ല വിജയകരമായി വന്നിരുന്നു. കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു, ഇപ്രാവശ്യവും ചെയ്തിരുന്നു. എങ്കിലും ഈ ക്ഷേത്രപാലകൻ്റെ ക്ഷേത്രത്തിന് ഉള്ളിൽ ഒരു പൂങ്കാവനം എന്നത് ഒരു ദേവീദേവന്മാരുടെ ഒരു കടാക്ഷമാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഭംഗിയിൽ ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കടാക്ഷിച്ചത്. കാർഷിക വൃത്തി ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളല്ല പത്മനാഭൻ വെളിച്ചപ്പാട്. എങ്കിലും 21 ചാലുകളിലായി 1000 ഹൈബ്രിഡ് തൈകൾ ഇവിടെ വിതയ്ക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പരിപാലിക്കാനും അതിനെ വളർത്തി 100 മേനി വിളവെടുക്കാനും പത്മനാഭൻ വെളിച്ചപ്പാടിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു കരുത്ത്. ആ കാർഷിക പരിപാലന രീതികളെക്കുറിച്ച് ചെണ്ടുമല്ലിക കൃഷി പരിപാലനവും നടീലും ആദ്യമായി ഇത്രയും ഭാഗങ്ങളിൽ നിലത്ത് കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഫുൾ വിതറിയതിന് ശേഷം ട്രാക്ടർ അടിച്ചതിന് ശേഷം നിരനിരയായി ചാലുകൾ ഉണ്ടാക്കി. 21 ചാലുകൾ രാവിലെയും വൈകുന്നേരവുമായി എൻ്റെ ശാരീരിക അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ 21 ചാലുകൾ 1.5 അടി ഹൈറ്റിലാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് വന്നാൽ ചെറിയ തൈകളാണ്. ചെറിയ തൈകൾക്ക് വെള്ളം നിറഞ്ഞു പോയാൽ അത് അഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു 1.5 അടി ഉയരത്തിലുള്ള ചാലുകൾ ഉണ്ടാക്കിയത്. അതിനുശേഷം വരിയും നിരയും പിടിച്ച രണ്ട് കൈകൊണ്ടും രണ്ട് ഭാഗത്തുനിന്നും വടികുത്തി അതിനകത്ത് ചരട് കെട്ടിയതിന് ശേഷമാണ്
ലൈൻ മാർക്ക് ചെയ്ത് കുമ്മായം കൊണ്ട് ഓരോരോ തണ്ടിനടക്കം ഓരോ ലൈൻ ചെയ്തതിന് ശേഷമാണ് തൈകൾ നടുന്നത്. തൈകൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലൈനുകൾ പിടിച്ചതിന് ശേഷം ഓരോ മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ കുഴികൾ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് കൈകൊണ്ട് അമർത്തിയിട്ട് അത് മുകളിലോട്ട് എടുത്തതിന് ശേഷമാണ് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ നിറച്ചതിന് ശേഷം അത് മിക്സ് ചെയ്ത് അതിനകത്താണ് തൈകൾ നടുന്നത്. അതിനുശേഷം തൈകൾ നട്ടതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു 6-7 ഇലകൾ വരുമ്പോൾ അത് തൈകൾ 3 ഇലക്ക് കട്ട് ചെയ്യണം. 3 ഇലക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ ഒരു പിടി പുണ്ണാക്ക് ഇടുന്നത് എന്ന് വെച്ചാൽ തൈകൾ വെയിലുള്ള സമയത്താണ് തൈകൾ കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിന് ശേഷം പുണ്ണാക്കും വെള്ളം കലക്കി അത് അരിച്ച് സ്പ്രെയറിലാക്കിയതിന് ശേഷം അത് തളിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ തളിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ പുണ്ണാക്കും വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് അണുക്കളുണ്ടാവുകയും ചെയ്യില്ല, അത് അഴുകി പോവുകയും ചെയ്യില്ല. അല്ലെങ്കിൽ സാഫ് എന്ന കീടനാശിനി അടിക്കണം. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി 10 ദിവസം കഴിഞ്ഞ് 10-15 ദിവസങ്ങളായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരേപോലെ വളങ്ങൾ ചെയ്യുക. വളങ്ങൾ ചെയ്തതിന് ശേഷം തടങ്ങൾ കോരി ഇടുക വേണം. എന്തുകൊണ്ട് പറഞ്ഞാൽ ഓരോരോ വളം ചെയ്യുന്നതോറും ഈ തണ്ടുകൾ ഉയരം കൂടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ചെണ്ടുമല്ലിയും വളർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് വളരുന്നതിനനുസരിച്ച് വെള്ളം ചാലുകളിൽ ഇടയിൽ നിന്ന് പോയാൽ ചെടികൾ ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ വാരം കോരി ഇടുന്നൊരു പ്രത്യേകത ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് രാസവളങ്ങൾ ചെയ്യുക. പിന്നെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മൈക്രോ ന്യൂട്രിയൻസ് ചെയ്യുക. അത് പറഞ്ഞാൽ 19-19 ഒരു ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ, അങ്ങനെ അത് 1 സ്പൂൺ ഇട്ടതിന് ശേഷം കലക്കി അത് സ്പ്രെയറിലാക്കി അടിക്കുക. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷവും കൂടി ഇതേ മൈക്രോ ന്യൂട്രിയൻസ് തന്നെ അടിക്കുക. ഏകദേശം ഒരു ജൂൺ 11-ാം തീയതി മുതലാണ് ഇത് ചെയ്തതിന്. ഈ തടം കോരി എല്ലാം കഴിഞ്ഞ ശേഷം ചെടികൾ നട്ടതിന് ശേഷം ജൂൺ 11-ാം തീയതി മുതൽ ആണ് ഈ ന്യൂട്രിയൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫുള്ള് ഓരോ 20 ദിവസത്തിൽ പൂക്കാൻ 20 ദിവസം മുമ്പിലേ ഈ മൈക്രോ ന്യൂട്രിയൻസ് തന്നെ വേറൊരു സാധനം, അതാണ് അതിൻ്റെ കൃത്യമായി എനിക്ക് പറഞ്ഞു തരാനാവില്ല. അതിൻ്റെ ഒരു പയ്യന്നൂരിൽ വാങ്ങിയതാണ്. അത് 1 ഗ്രാമിന് 1 രൂപ, 100 ഗ്രാമിന് 100 രൂപ. 200 ഗ്രാം വാങ്ങി 10 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം ഒഴിച്ച് അത് കലക്കിയതിന് ശേഷം അതിൽ സ്പ്രെയറിലാക്കി ഓരോ ചെടിക്കും ഫുള്ളായിട്ട് രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പിൽ അടിക്കും. അപ്പോൾ അത് അങ്ങനെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പിൽ അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെടികളുടെ ഇലയിലാണ് തളിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുവാനുള്ള ഒരു സൗകര്യമാണ്. ഈ വെയിലുള്ള സമയത്ത് ചെടികൾക്കത് പെട്ടെന്ന് കിട്ടും. മഴയുണ്ടായാലും വലിയ പ്രശ്നമില്ല. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ പൂക്കറം. ഈ 50-60 ദിവസങ്ങൾ ആണ് ഇതിൻ്റെ, 65 ദിവസങ്ങളാണ് ഇതിൻ്റെ കാലാവധി. 80 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ചെടി പൂക്കും. പിന്നെ 60 സെൻറ്റിമീറ്റർ അകലത്തിൽ നടുന്നതിന് പ്രത്യേക തെക്ക് വടക്കായിട്ടാണ് ഈ ചെടികൾ നട്ടിട്ടുള്ളത്. ഈ തെക്ക് വടക്ക് ചെടികൾ നടുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മുമ്പിൽ നടുന്ന ചെടികൾ, തെക്ക് ഭാഗത്ത് നടുന്ന ചെടികൾ അതിൻ്റെ വേക്കിൽ നടുന്ന ചെടികൾക്ക് മറവായി മാറും. അപ്പോൾ ഒരു ചെടി ഉയരത്തിൽ വളർന്നിട്ട് അടുത്ത് നട്ടാൽ ഒരു ചെടി ഉയരത്തിൽ വളരുമ്പോൾ അതിന് മറ്റേ ചെടി മറവായി വരുന്നതുകൊണ്ടാണ് അകലം കൂട്ടിവെച്ചത്. അല്ലെങ്കിൽ ഇത് വളരും തോറും ഓരോരോ ശാഖകളായി മാറി വരുമ്പോൾ ആ ശാഖകൾ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ കൃത്യമായ കൃത്യമായ സ്ഥലങ്ങളിൽ ഇതിന് പ്രകാശം കിട്ടുകയില്ല. അപ്പോൾ ചെടി കുറഞ്ഞ് ചെറുതായി വരും. അപ്പോൾ നമുക്ക് വിചാരിച്ച പൂക്കൾ ഇതിനകത്ത് വരില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു ചെടിയിൽ നിന്ന് 140-150 പൂക്കളുണ്ടായിരുന്നു. ഇപ്രാവശ്യം 9 ദിവസം തുടർച്ചയായ വെയിലായതുകൊണ്ട് അത്രയും പൂക്കൾ വന്നില്ല. അതുകൊണ്ട് ചൂട് നല്ലോണം ബാധിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു, എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇനി വിളവെടുപ്പ് കാലമാണ്. ഞാൻ സാധാരണ ഒരു കൃഷി ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ മകൾ 8ാം ക്ലാസ്സിലെ വർക്ക് എക്സ്പീരിയൻസിലെ പുസ്തകത്തിൽ ഈ ചെടികളുടെ പരിപാലനങ്ങളുണ്ട്. അതുവഴിയും പിന്നെ ചില കർഷകരുടെ കൃഷി ഓഫീസറെ നിർദ്ദേശമായി ഒരു സുരേന്ദ്രൻ നിർദ്ദേശം തന്നു. പിന്നെ പറഞ്ഞാൽ യൂട്യൂബിൽ വഴിയും കൂടിയാണ് ഞാനിത് ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. ഇങ്ങനെയൊരു പൂക്കൃഷിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏതൊരു കർഷകൻ്റെയും മനസ്സിൽ ആദ്യം ഉയർന്നു വരിക എങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ
സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പത്മനാഭൻ വെളിച്ചപ്പാടിനും ആ ഒരു പ്രശ്നം നേരിട്ടുണ്ടാവാം. കൃഷിക്കാവശ്യമായ ചെണ്ടുമല്ലി തൈകൾ എങ്ങനെയാണ് വെളിച്ചപ്പാട് സംഘടിപ്പിച്ചതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇടയിലേക്കാട് നിന്ന് എനിക്കൊരു 4 തൈകൾ ആണ് കിട്ടിയിരുന്നത്. അത് പറഞ്ഞാൽ കുടുംബശ്രീയുടെ ഇതിൽ നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് തന്നത്, ഭാര്യ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് പഠിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ തൈകൾ കിട്ടിയത് ഇടയിലേക്കാട് ജയൻ എന്ന ഒരു ഏജൻറ്റ് മുഖേനയാണ് 1000 തൈകൾ ഞാൻ വാങ്ങിയത്. അവർ പാലക്കാട് നിന്ന് എത്തിച്ചതാണെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഈ അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുന്നത് ഒരുപാട് നടും. ഇതുപോലെ 1000, 1500, 2000 തൈകൾ നടണം. അപ്പോൾ മിക്കവാറും വിത്ത് ഉൽപ്പാദനം ഞങ്ങൾ തന്നെ ചെയ്യുവാനുള്ളൊരു പദ്ധതിയുണ്ട്. എങ്കിലും ഹൈബ്രിഡ് തൈകൾക്കൊരു കോട്ടമുണ്ട്. ഹൈബ്രിഡ് ഈ വെച്ചിരിക്കുന്ന ചെണ്ടുമല്ലി തൈകളിൽ നിന്നും വിത്തുകൾ ശേഖരിക്കുവാൻ നമുക്കാവുകയില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ അതിന് ഭാഗ്യപരീക്ഷണമാണ്. ഈ വിത്ത് ഉൽപ്പാദനത്തിൽ നിന്ന് വിത്തുകൾ പൊട്ടിച്ച് ഉണക്കി നടുമ്പോൾ ചില സമയങ്ങളിൽ മുളക്കും, ചില സമയങ്ങളിൽ മുളക്കില്ല. മുളച്ചാൽ തന്നെ അതിന് ഇതുപോലുള്ള പൂ ഉണ്ടാവണമെന്നില്ല. നമ്മളെ ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഹൈബ്രിഡ് തൈകൾ വേറെ തന്നെ ആക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇനി ഹൈബ്രിഡ് തൈകൾ വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹൈബ്രിഡ് വിത്തുകൾ തരുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടുമെങ്കിൽ അത് വാങ്ങി ട്രേക്കകത്താക്കി നഴ്സറി പോലെ നമുക്ക് തന്നെ ഉണ്ടാക്കി അതിന് ശേഷം അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കും. മലയാളി ഇപ്പോൾ ഓണക്കാലത്ത് മറുനാടൻ പൂക്കളെയാണ് സ്ഥിരമായി ആശ്രയിക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറുനാടൻ പൂക്കളെ ആശ്രയിക്കാതെ ഈ ഓണത്തെ നമുക്ക് വരവേൽക്കാം. പത്മനാഭൻ വെളിച്ചപ്പാടിൻ്റെ പൂക്കൃഷിയുടെ വിളവെടുപ്പിനെക്കുറിച്ചും വിപണന രീതിയെക്കുറിച്ചും. ഇതിൻ്റെ വിളവെടുപ്പ് ഒരു ഉത്സവമാക്കുവാനാണ് എൻ്റെ മനസ്സിൽ വിചാരമുള്ളത്. അത് എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹായം എല്ലാം ഉണ്ടെങ്കിൽ അത് രീതിക്ക് ദേവീദേവന്മാരുടെ കടാക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അത് ഭംഗിയാതക്കവണ്ണം നടക്കും. ഇത് വാട്സപ്പ് കൂട്ടായ്മയും എല്ലാവരിലേക്കും എത്തിക്കുന്ന ഫോൺ വഴി സന്ദേശങ്ങൾ വഴിയാണ് ഇതിൻ്റെ വിപണനം ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇത് ഈ ഉദിനൂർ ക്ഷേത്രപാല ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഉത്രാടം ദിവസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ വിപണനം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ക്ഷേത്രനടയിൽ തന്നെ പൂക്കൾ പറിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് അതത് ദിവസത്തെ വിലയിൽ കുറച്ചിട്ടാണ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഈ പൂക്കൾ വാങ്ങേണ്ടത്. അതുകൊണ്ട് അമ്പലമുറ്റത്ത് തന്നെ പൂക്കൾ പറിച്ച് കൂട്ടിയിട്ടാണ് അവിടെ നിന്ന് തൂക്കി കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സാമ്യമകന്നൊരു ഈ ഉദ്യാനം കാണാൻ, ചെണ്ടുമല്ലിപ്പൂക്കളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ അന്യസംസ്ഥാനത്ത് നിന്നും ആൾക്കാരെത്തുമ്പോൾ വെളിച്ചപ്പാടിൻ്റെ മനസ്സിൽ ആനന്ദ നിർവൃതിയാണ്. ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ തിരുമുറ്റത്തുള്ള ഈ പൂങ്കാവനം അന്യദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആൾക്കാർ വീഡിയോ എടുക്കുവാൻ, വിവാഹം കഴിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ വരെ ഇവിടെ എത്തുന്നുണ്ട്. ഈ പുണ്യമായ ഈ സ്ഥലത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ കൃഷിയോട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്തത്. എങ്കിലും ഇത്രയും നല്ല ഭംഗിയാം വിധം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ വരുന്ന ഫോട്ടോ എടുക്കുന്ന കുട്ടികളും വലിയവരും ചെറുപ്പക്കാരും ആൾക്കാരും എല്ലാം ഒരുപാട് ആൾക്കാർ ഒരു ദിവസം വരുന്നുണ്ട്. അത്രയും ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അത്രയും നല്ല സന്തോഷമാണുള്ളത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെ ദേവനർത്തകനാണ് പി പത്മനാഭൻ വെളിച്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാന വഴികളിലൂടെ
ആചാരവഴികളിലൂടെ. ഞാൻ രാമവില്യം കഴകത്ത് വെളിച്ചപ്പാടനാവുന്നതിന് മുന്നേ കോവിൽമുണ്ടിയിൽ സാമുദായിക്കാരായിരുന്നു. ഞാനും കൂട്ടക്കാരും അന്ത്യത്തിരിയനും ഇവിടെ മർത്തളി ദിവസം അന്ത്യത്തിരിയന് തൊഴാൻ വരണം. അങ്ങനെ രാമവില്യം കഴകത്തിൻ്റെ കീഴ്ഘടകമായ തടിയങ്കുലിൽ നിന്നും ഇവിടത്തേക്ക് വന്നു. അങ്ങനെ 4 മണിക്ക് അവിടത്തേക്ക് തിരിച്ചു പോകണം, തടിയങ്കുൽമുണ്ടിയിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു റിക്ഷയിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. അങ്ങനെ എല്ലാവരും പൂരക്കളി കളിക്കുമ്പോൾ ഞാനും പൂരക്കളി കളിക്കാൻ കൂടി. അങ്ങനെ ദേവീസ്തുതി ചൊല്ലുന്നതിനിടയിൽ, കളി തുടങ്ങിയ സമയത്ത് ദേവീസ്തുതി ചൊല്ലുന്നതിനിടയിൽ എനിക്ക് ദർശനമുണ്ടായി. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ചെറിയ പ്രായമാണ്, വെളിച്ചപ്പാടിൻ്റെ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് കൊടുക്കാർശൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ പ്രായമാണ്, ചെറിയ കുട്ടിയാണ് എൻ്റെ കുട്ടി കൂടെ ഉള്ളത്, ഭാര്യയും പിന്നാരുമില്ല, അമ്മയും ഞാൻ വീട്ടിലില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞ ഒഴിവായി. തിരിച്ച് തടിയങ്കുൽമുണ്ടിയിലേക്ക് നമ്മൾ പോയി. കളിയൊക്കെ കഴിഞ്ഞ ശേഷം പോയി. പിന്നെ അവിടെ പൂരോത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്, എഴുന്നള്ളത്തും മറ്റ് അടിയന്തരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെ പൂരംകുടിയുടെ തലേ ദിവസം രാത്രി എഴുന്നള്ളത്തിൻ്റെ ഇടയിൽ നിന്നും ദർശനമുണ്ടായി. തടിയങ്കുൽമുണ്ടിയിൽ നിന്നും ഇവിടത്തേക്ക് ഓടി വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ പ്രശ്നങ്ങൾ വെച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആചാരപ്പെടുന്നത്. വിഷ്ണുമൂർത്തി ദേവനർത്തകനായിട്ട് രാമവില്യം കഴകത്തിൻ്റെ വിഷ്ണുമൂർത്തി ദേവനർത്തകനായി ക്ഷേത്രപാല ക്ഷേത്രത്തിൽ നിന്നും ആചാരപ്പേര് വിളിച്ചു. അങ്ങനെ രാമവില്യത്തെ ദേവനർത്തകനായി മാറി. ശ്രീ രാമവില്യം കഴകം 5ഓളം കീഴ്ഘടക ക്ഷേത്രങ്ങളുള്ള ഒരു കഴകം ആണ് നമ്മുടെ തൃക്കരിപ്പൂര് ശ്രീ രാമവില്യം കഴകം. അതിൽ ഇവിടെ 5 ദേവനർത്തകന്മാരാണ് ഉള്ളത്. അതിൽ നമ്മുടെ പത്മനാഭൻ വെളിച്ചപ്പാടച്ചൻ വിഷ്ണുമൂർത്തിയുടെ ദേവനർത്തകനാണ്. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഉദിനൂര് കൂലോത്ത് നല്ല പൂക്കൃഷി, നല്ല രീതിയിൽ തന്നെ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്, ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിന് മുൻ വർഷങ്ങളിൽ നല്ല രീതിയിൽ വാഴക്കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ നന്നായി ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മുടെ പത്മനാഭൻ വെളിച്ചപ്പാടച്ചൻ. കഴിഞ്ഞ വർഷം പരീക്ഷണാർത്ഥത്തിൽ പൂക്കൃഷി ആരംഭിച്ചു. ഇപ്പോഴത് 1000 തൈകൾ വരെ എത്തി. തുടർന്നും പൂക്കൃഷി സജീവമായി കൊണ്ടുപോകാനാണ് പത്മനാഭൻ വെളിച്ചപ്പാടിൻ്റെ ആഗ്രഹം. ദേവനർത്തകനായും കർഷകനായും ഈ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഭാവി സ്വപ്നങ്ങൾ. ഈ ചെണ്ടുമല്ലി വിളവെടുപ്പിന് ശേഷം ഇനി വിജയദശമിക്ക് വേണ്ടിയുള്ള ഒരു വിളവെടുപ്പും കൂടിയുണ്ട്. ഇത് ചെണ്ടുമല്ലി കഴിഞ്ഞതിന് ശേഷം എല്ലാം തൈകൾ അഗ്രഭാഗങ്ങളെല്ലാം കത്രി കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം മൈക്രോ ന്യൂട്രിയൻസ് ഒരു സ്പ്രേ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് കൊടുക്കും. അതിനുശേഷം വിജയദശമി ആകുമ്പോഴേക്കും ബാക്കിയുള്ള ഇലകളുടെ ഇടയിൽ നിന്നും ഓരോ മുട്ടുകൾ വന്ന് പൂവായി മാറും. ഇതേപോലെ വിജയദശമിക്കും മഴയില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാവും, പൂക്കളുണ്ടാവും. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 1000 വാഴക്കൃഷി ചെയ്യുവാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് ആരെങ്കിലും ഒരു സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തയ്യാറാണ്. ഈ വർഷം ഇത്രയും കൃഷി നട്ട് ഉണ്ടാക്കി. അപ്പം അതിൻ്റെ കൂടുതൽ കൃഷി ചെയ്യുവാനുള്ള ഒരു താല്പര്യം അടുത്ത വർഷവും ഓണക്കാലങ്ങളിൽ ഉണ്ട്. ഇനി ഇത് ദൈവം സഹായിച്ച് ഇത് തുറന്നു പോകാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ വർഷങ്ങളിലും ഓണ സീസണുകളിൽ ഇത് പൂന്തോട്ടം, ക്ഷേത്രമുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം അമ്മയും ക്ഷേത്രപാലനീശ്വരനും കാളരാത്രി അമ്മയ്ക്കും കഴിഞ്ഞു തരണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. അനുഷ്ഠാന വഴികളിലെ ഈ പൂന്തോട്ട കാഴ്ചയിൽ നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുന്നു. മുഴുവൻ പ്രേക്ഷകർക്കും നേർക്കാഴ്ചയുടെയും ക്രൂവിൻ്റെയും തിരുവോണാശംസകൾ. അടുത്ത വാരം മറ്റൊരു വേറിട്ട കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.